ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഞാനിവിടെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദാപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്കിന്റെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദാപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബാറ്റർ ഇനി ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.